എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഈസ്റ്റി പ്രസൻസ് കോമഡി നൈറ്റ്സ് വിത്ത് സുരാജ്. ഒരു ടിക്ടോക്ക് ചെയ്യാഞ്ഞിട്ട് എന്തോ പോലെ ആരെ വിളിക്കുന്നേ? കണ്ണാ, ഇന്നലെ നമ്മൾ ചെയ്ത ടിക്ടോക്ക് ഉണ്ടോ 1.2 മില്യൺ. ആ ചേടാ പിടിക്കടാ. ആ ഇതാണോ? ആ തള്ളക്കോഴി ഇല്ലാത്ത നേരത്ത് കോഴിക്കുഞ്ഞിനെ റാംതാൻ വന്ന പരുന്തിനെ പോലെ വന്ന് നിൽക്കാതെ കൊച്ചിന്റെ സ്വഭാവം ശരിയല്ല കേട്ടോ. കൊച്ചേ, ഞാൻ എന്ത് ചെയ്തു? ഈ കിറ്റ്കാറ്റ് കളി ശരിയല്ല, കൊച്ചിന്റെ ഭാവിയെ ബാധിക്കുന്നു. ടിക്ടോക്ക് ഇതുപോലൊരു ടിക്ടോക്ക് നമ്മുടെ സദാനന്ദന്റെ പെണ്ണുമ്പള കളിച്ചതാ വേറൊരുത്തിന്റെ കൂടെ. അവൻ അതിന്റെ ഇടയ്ക്ക് ടെക്നിക്ക് കാണിച്ച് അവളെ പിക്നിക്കിന് കൊണ്ടുപോയി. അതുകൊണ്ടെന്താ അവർക്കൊരു ജീവിത പങ്കാളിയെ കിട്ടിയില്ലേ? ജീവിത പങ്കാളിനെ അല്ല, ജീവിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ഒരു ബംഗാളിനെ കിട്ടി. നീ അത് മനസ്സിലാക്കണം. അവന്റെ ഭാവിയാ പോയത്. ഇതെന്തോന്ന് മാമ ഇങ്ങി പറയുന്നത്? കൊച്ച അങ്ങനെ പറയരുത്. കൊച്ചിന്റെ അച്ഛനുണ്ടല്ലോ, കാര്യം ഇവിടെ പെയിന്റ് പണിക്കാരനാണെങ്കിലും പുള്ളിക്ക് നാട്ടിലും നിലയും വിലയുണ്ട്. ഏത് പ്രസ്ഥാനത്തിൽ കയറി ചെന്നാലും പുള്ളിക്കൊരു ചെയർ കിട്ടും. അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യന്റെ മോൾ ഇങ്ങനെ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ അച്ഛനെ വിളിക്കും. മാമ ഇതൊന്ന് നോക്കിക്കേ, എനിക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാ ഉള്ളത്. ഞാനിത് ശ്രദ്ധിച്ചേ ചെയ്യൂ. നീ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നീ കുറച്ചു നേരം മാറി നിന്ന് ഛർദ്ദിക്കേണ്ടി വരും. അപ്പൊ നിന്റെ 1 ലക്ഷം 2 ലക്ഷം ആരാധകന് നിന്റെ പുറം തീരുമാനം ഒരു മാങ്ങ പറിച്ചു തരാൻ പോലും ആരും ഉണ്ടാവില്ല നിന്റെ കൂടെ. നീ എനിക്കൊന്നും കേൾക്കണ്ട. നീ നിന്റെ അച്ഛനെ വിളിക്കാൻ. ഈ തൃശ്ശൂർ എനിക്കൊന്ന് വേണം. ഈ തൃശ്ശൂർ ഞാൻ എടുക്കുക. ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം. ഈ തൃശ്ശൂർ എനിക്കൊന്ന് വേണം. പോനടാവേ, ഇത് പിടിച്ചതിനേക്കാളും വലുതാണല്ലോ അളയിലിരിക്കണത്. നാണമല്ലോ മറ്റൊന്നും. നിങ്ങൾ ടിക്ടോക്ക് കളിക്കാണോ? ഒരു പ്രായമായ പെങ്കൊച്ചില്ല ഇവിടെ, കെട്ടിക്കാൻ പ്രായ ഒരു പെങ്കൊച്ച്. ആ പെങ്കൊച്ച് ഇവിടെ ഉള്ള സമയത്ത് നിങ്ങളുടെ കൂടി ടിക്ടോക്ക് കളിച്ച് കഴിഞ്ഞാൽ മോശമല്ലേ അത്? നിങ്ങളുടെ പെണ്ണുമ്പുള്ള ഉണ്ടല്ലോ, അവരറിഞ്ഞുകൊണ്ടാണോ ഈ ടിക്ടോക്ക് അപ്പനും മോളും കൂടെ കളിക്കണമെന്ന് എനിക്കറിയണം. അവളെ അറിയിക്കാനല്ലേ? എടോ, ഈ അടുത്ത സമയത്ത് ഈ ടിക്ടോക്ക് നിരോധിച്ചു അറിഞ്ഞായിരുന്നു. എങ്ങനെയാ നിരോധിച്ചെന്നറിയാമോ? എങ്ങനെ നിരോധിച്ചേ? ഇവളുടെ 3 വീഡിയോയാണ് അന്ന് കാരണം. ഇതിപ്പോ ഞാൻ ആരോടാ വന്ന് പറഞ്ഞത്? ഞാൻ ഇടയ്ക്ക് കയറി നിൽക്കട്ടെ. ഞാൻ ഇടയ്ക്ക് കയറി നിൽക്കുന്നത് ഞാൻ ഇടനിലക്കാരൻ അതുകൊണ്ടാണ്. പിന്നെ കേട്ടല്ലേ, അതിൽ നിന്ന് വരുന്നവൻ അതിരൻ. ഓ അങ്ങനെ, അതിരുകൾ താണ്ടി വരുന്നവൻ അതിരൻ. മൈലുകൾ താണ്ടി വരുന്നവനോ? മൈലുകൾ താണ്ടി വന്നവൻ. എന്നോട് സംസാരിച്ചാൽ എനിക്ക് ഇതിനപ്പുറം പറയാൻ അറിയാൻ വയ്യാത്തവനല്ല എന്ന് നീ കരുതരുത്. ഞാൻ അതിനപ്പുറം പറയുന്നവനാണ്. നീ അപ്പുറം പറയാതെ പൊന്നു മോനെ. ഞാൻ അപ്പുറം പറയും. നിന്റെ പറയ്ക്ക് മേളിൽ ഒന്ന് പറയടാ. നീ ഒന്ന് പറഞ്ഞു നോക്കുന്നു. പറയടാ, നീ പറയടാ. എന്റെ പൊന്നു ദൈവമേ, ഇത് എന്നാ പുളിച്ച സാധനമാണോ ഇത്? ഇതുവരെ ഞാനിത് കേട്ടിട്ടില്ല. അല്ലേ? ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? എന്റെ പെണ്ണുമ്പോഴുണ്ടല്ലോ, ഞെളിഞ്ഞു നിന്നെച്ചാൽ ഒരു തെറി പഠിച്ചു കഴിഞ്ഞാണല്ലോ കാള വരെ കയറും പിടിച്ചോണ്ടോ. അത്രയ്ക്ക് നല്ല സൂപ്പർ സാധനം. ഞാൻ തോക്കാൻ തരാല്ലേ, ഇതിനപ്പുറം പറയാൻ എനിക്കറിയാം. ഇതും ഭയങ്കര ഫ്രഷ് ആണോ? ഇതെവിടെ കിട്ടിയത്? ഞാൻ തെറ്റായ സഹവാസത്തിലൂടെ സമ്പാദിച്ചാണ്. അങ്ങനെ പറഞ്ഞില്ല. ഞാൻ അയ്യോ, എന്നടാ മസ്തിഷ്കം കലങ്ങിപ്പോയല്ലോ. എങ്ങനെയാണ്? തോൽവി സമ്മതിച്ചോ? തോക്കാൻ ഞാൻ അങ്ങനെ തയ്യാറല്ല.
എനിക്കിനി ഈ കർണപടം വേണ്ട. എന്റെ പൊണ്ണാവ് എന്നാ പൊളിച്ച തെറിയടാവേത്. എന്നോടാ കളിക്കുന്നത്? ദേ എനിക്ക് വയറ് നിറച്ച് കിട്ടിയ സ്ഥിതിക്ക് ഞാനിപ്പോ വന്ന കാര്യം അങ്ങ് പറയാം. എന്തിനാ വന്ന്? നിങ്ങളുടെ മോളുണ്ടല്ലോ, ആ, മോളുണ്ട്. നിങ്ങളുടെ മോളെ ഒരു ചെറുപ്പക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. സ്വപ്ന സുന്ദരി നാന്താനേ നാ സ്വപ്ന ലോകത്തിൻ തേന്താനേ. നിങ്ങളുടെ മോളെ ഒരു ചെറുപ്പക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. സ്വപ്ന സുന്ദരി നാന്താനേ നാ സ്വപ്ന ലോകത്തിൻ തേന്താനേ. അവൻ ഒരേ നിർബന്ധം നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കണം. അവന് കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ? അവൻ അങ്ങനെ പറഞ്ഞേ. ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടാൻ വഴിയില്ലല്ലോ. നമുക്ക് എന്റെ സൗന്ദര്യമല്ലോ അവിടെ സൗന്ദര്യമല്ലേ കിട്ടിയേക്കുന്നത്. എന്റേതാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടാമെന്ന് നമുക്ക് പറയാമായിരുന്നു. ആ പെണ്ണുമ്പിള്ളയുടെ സൗന്ദര്യം കിട്ടിയത് കൊണ്ട് ഈ ചെറുക്കന് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ സൗന്ദര്യം അങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ അത് മൂത്ത് നരച്ച് പല്ല് വന്നച്ച് കാട്ടുപന്നിയുടെ കൂട്ടായിട്ട് അതിനെ കാട്ടുപന്നിയുടെ കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയി. ഈ ചെറുക്കൻ എവിടെ ജോലി എവിടെ? എന്റെ പൊന്നെ ചെറുക്കനെ ഒന്ന് കാണണം. പൂവമ്പഴം പോലെ ഇരിക്കുന്ന ചെറുപ്പക്കാരനാണ്. അപ്പൊ ഒറ്റ നോട്ടത്തിൽ ഇവിടെ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ അവന് പ്രാന്തുണ്ട്. അവൻ എന്താണ് പണി? എന്താ? ചെറുക്കൻ ഗൾഫിലല്ലേ? ഗൾഫില് 3 പ്രായമുണ്ട്. പ്രായോ? അല്ല പ്രായല്ല, 3 ബാറ്. ഈ ചെറുപ്പക്കാരൻ ഇവനെ അങ്ങോട്ട് കല്യാണം കഴിച്ചാണോ നിങ്ങളുടെ കുടുംബം തന്നെ അങ്ങ് രക്ഷപ്പെടും. പിന്നെ വേറൊരു കാര്യം എന്താണ്, നമ്മൾ തറവാടികളായിരിക്കണം. തറവാടിത്തത്തിന് എന്താണ് കുഴപ്പം? എന്നാ കുഴപ്പം? നീ അങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ടില്ലേ? ഇത് കണ്ടിട്ട് പറയാം തറവാടിയാണോ ഞങ്ങളെന്ന്. പഠിപ്പുര എഴുതിച്ചാണ്. അതല്ല, മേളോട്ട് നോക്ക്. ഒരു മാൻ തുമ്മാ നിൽക്കുന്നുണ്ടല്ലോ. കൊലയുള്ള തറവാടായിരുന്നത്. എന്റെ അച്ഛനെ കൊന്നവനാണ് അവൻ. അയ്യോ, അപ്പൊ നിങ്ങളുടെ അച്ഛൻ വേട്ടക്കാരനായിരുന്നു? വേട്ടക്കാരനല്ല. ഒരു ദിവസം ഇതിന്റെ കീഴിൽ കസേര ഇട്ടുകൊണ്ട് പത്രം വായിച്ചതാ. ഈ സുന ഇങ്ങനെ കറങ്ങി അടിച്ചു വന്ന് മസ്തിഷ്കത്തെ കുത്തിയങ്ങിയിരുന്നു. പരമശിവന്റെ തലേന്ന് ഗംഗാനദി ഒഴുകുന്ന പോലെ ചോര ചീറ്റിയത്. അങ്ങനെ തീർന്നു, അവിടെ വെച്ച് തീർന്നു. അതിനുശേഷം ഈ ഷീറ്റ് നിങ്ങൾ കഴുകിയിട്ടില്ല? അത് പറ. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ഭാഗ്യമാണ് ഈ ചെറുപ്പക്കാരൻ ഇവിടെ വന്നത്. എനിക്കൊരു മോളുണ്ടായിരുന്നു, ഞാൻ കെട്ടിച്ചു. ഞാൻ എന്റെ ഭാര്യനെ വരെ കെട്ടിച്ചു കൊടുക്കാൻ തോന്നി ഈ ചെറുക്കന്റെ സൗന്ദര്യം കണ്ടു. നിന്റെ ഭാഗ്യമാണ്. ഞാനിവിടെ വന്നപ്പോ എനിക്ക് ഈ കുടുംബത്തിന്റെ മഹാത്മ്യമൊക്കെ കണ്ടിട്ടൊക്കെ എനിക്ക് ലാംഗ്വേജ് ഒക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ സംസാരത്തിന്റെ ശൈലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു വള്ളുവനാടൻ ഭാഷയുണ്ടല്ലോ നിങ്ങളുടെ ഈ കുടുംബത്തിലെ. അദ്ദേഹം വരുമ്പോ നിങ്ങളൊന്ന് സംസാരിക്കണം. നമ്മളെല്ലാരും ഒന്ന് മാറ്റി പിടിക്കണം. ഇങ്ങോട്ട് വന്നോളുക, കുടിച്ചോളുക, തിന്നോളുക, ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയണം. ആ കായല്ല, പെരിഞ്ചീരകം ചേർത്തത് നല്ലതായിരിക്കും. ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ഇത് ഓക്കെ ആണോ? ഇങ്ങോട്ട് ഇരുന്നോളൂ കേട്ടോ. മുത്തശ്ശിയോട് പറയണ്ടേ? അവരിത് മൊത്തം കുളവാക്കും. നീ വിളിച്ചു മുത്തശ്ശി. കുളവാക്കും. ഇപ്പോഴേ പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിലേ. മുത്തശ്ശി, എന്നെ മനസ്സിലായോ? നിന്നെ എനിക്കെന്നല്ല, ഈ നാട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഉണ്ടോ? എന്നെ മനസ്സിലായി ആൾക്കാരല്ലേ? എങ്കിൽ ഒന്ന് പറഞ്ഞ ഞാൻ ആരാന്ന്. എന്തിനാടാ പറയണേ? എനിക്കറിയാം. അത് സൂചിപ്പിക്കാൻ വേണ്ടി പറയണം. നിനക്കറിയണം? എനിക്കറിയണം. എന്നാ കേട്ടോ, പണ്ട് നിന്റെ മുത്തച്ഛൻ ഈ നാട്ടിലെ പേര് കേട്ട ചെറ്റപൊക്കലുകാരനായി. അവസാനം നാട്ടുകാര് നിന്റെ മുത്തച്ഛനെ പിടികൂടി തല മൊട്ടയടിച്ച് പുള്ളി കുത്തി നാട് കടത്തിയതാ. അതെ, വേറെ എന്താ വിശേഷമൊക്കെ? അല്ല വേണ്ട, കേക്കണ്ട. നിന്റെ മുത്തച്ഛൻ പോയ പിന്നെ തന്ത ഇവിടെ കള്ളവാക്കി തുടങ്ങി. പോലീസുകാർ കൊണ്ടുപോയി. ആ വിഷമത്തിൽ നിന്റെ തള്ള ഇഷ്ടച്ചൂളയിൽ പണിക്ക് പോയിട്ട് അവിടെ ഉള്ള ഒരു തമിഴനുമായിട്ട് അല്ലാതെ പോട്ടെ. ഇവിടെ എന്താ നിങ്ങൾ ചർച്ച? എന്താ? ഒരു ചെറുക്കൻ കാണാൻ വരുന്നുണ്ട്. 32 വർഷമായി എന്റെ കെട്ടിയോ മരിച്ചുപോയി. അന്ന് മുതൽ ഈ നിമിഷം വരെ
ഒരാണിന്റെ മുഖത്ത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്കൊക്കെ ഞാനൊരു ബാധ്യതയാണെങ്കിൽ ആർക്കാടാ ഞാൻ കഴുത്ത് നീട്ടി കൊടുക്കണ്ടേ പറ. ഒറ്റ അടിയാനം തന്നാണല്ലോ. നിങ്ങളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ ആർക്കാ ചേർക്കാൻ? എന്റെ മോക്കാണ്. അപ്പൊ ഇവക്കാന്നോ? വാടി മോളെ. വേറെ കാര്യം പറയട്ടെ, വലിയ സ്റ്റാൻഡേർഡ് ടീമാണ് ഇവളെ കാണാൻ വരുന്നത്. ചെറുക്കൻ ഗൾഫിലാണ്. പക്ഷെ അവര് തറവാടികളാ. നമ്മൾ ഈ നാട്ടുഭാഷ അവരുടെ മുമ്പിൽ സംസാരിക്കരുത്. സംസാരിക്കരുത്. നമ്മള് വള്ളുവനാടൻ മാഷ് വേണം സംസാരിക്കാൻ. ഇങ്ങോട്ട് വന്നോളൂട്ടോ, പൊക്കോളൂട്ടോ. പറഞ്ഞാ പോലെ എല്ലാത്തിനും കൂടെ ടോ എന്ന് ചേർക്കണം. അത് ഞാൻ ഏറ്റു. കേട്ടോ, കുളമാക്കരുത് കേട്ടോ. കാറ് വന്ന ശബ്ദം കേട്ടായിരുന്നു. ഓ, പശുവിനെ ഇടിച്ച് മറിച്ചിട്ടല്ലടാ വേ. എന്റെ ഉള്ളുടുക്കും പൊട്ടി നിൻ കഴുത്തിൽ നിന്നും തെറ്റി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. ചെറുക്കന്റെ നാക്കിറങ്ങി പോയതല്ല, അറബി സംസാരിക്കണ. പറഞ്ഞ പോലെ തന്നെ കേട്ടു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അറിഞ്ഞു വന്നേ താനോടോ പൂവമ്പഴം പൊലിക്കുന്ന ചെറുക്കനാന്ന് പറഞ്ഞത്? അതെ, പൂവമ്പഴം പോലെ ഞാൻ അതിനകത്ത് വിട മാറില്ല. തനിക്ക് കണ്ണ് കാണത്തില്ലേ? ഇതാണോ പൂവമ്പഴം പോലെ ഇരിക്കുന്നത്? ഞാൻ പറയാം. എന്താണ് ഈ പൂവമ്പഴമൊക്കെ എവിടെന്നാ പറഞ്ഞേ? തമിഴ്നാട്ടിൽ നിന്നല്ലേ? 3 ദിവസം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ പൂവമ്പഴം അല്ല വേറെ എന്ത് പഴമാണെങ്കിലും കരിഞ്ഞ് ഇതുപോലെ ആയി പോകും. പറഞ്ഞമാര് തന്നെ ഭയങ്കര തറവാടികളാ. മോൻ പേര് കേട്ട തറവാട്ടിലാണ്. സന്തോഷായില്ലേ? ഇരിക്കുക, അവിടെ ഇരിക്കുക. ദുബായിൽ എന്ത് ചെയ്യുന്നു? ദുബായ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഷാർജ കുടിക്കണമെന്ന് പറഞ്ഞാൽ നേരെ ഞാൻ ഷാർജയിൽ നിന്ന് ഞാൻ ഷാർജ കുടിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബദാം കഴിക്കണം തോന്നിയാൽ ഞാൻ ദമാമി പിന്നെ എന്റെ ഷർട്ടിന് എന്തെങ്കിലും ഒരു സ്മെല്ല് ഫീൽ ചെയ്താൽ അത്ര അടിക്കാൻ തോന്നിയാൽ ഞാൻ ഖത്തറി പോകും. മോളെയും വിളിക്കട്ടെ? ആയിക്കോട്ടെ. ആ മോളെ ഇങ്ങോട്ട് വരിക. റയർ പീസ. അയ്യോ, ദൈവഭയമുള്ള കുട്ടിയാ. കഴിക്കാം. ഉണ്ണി കഴിച്ചോളൂ. ഇതിനിടെ അറബിയുടെ പരുന്തോ? കുറച്ച് മണ്ണ് പറ്റിയെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ഒന്ന് ഊതിയാ മാറും. സാരിയില്ല, വേറെ ഉണ്ടല്ലോ. ഇതെടുത്തോളുക. ഞാൻ എടുത്തു തരാം ഏട്ടാ. എന്തിനാ മാന്തിക്കണേ? കഴിക്കാട്ടോ. എന്താ ഇങ്ങനെ? ഒന്നും വിചാരിക്കണ്ട, അമ്മത്തമ്പുരാട്ടി ഒരു പാവാ. ഇങ്ങനെയാണ് അമ്മത്തമ്പുരാട്ടി ഇത്ര ഇടം വരുന്നു വരിക. അതെ, 100 രൂപയുടെ പണിക്ക് 3500 രൂപയുടെ ഓവർ ആക്ഷൻ ചെയ്ത് കല്യാണം മുടക്കി കളയാതെ കേറിപ്പോ വെളുത്തുള്ളിക്കുണ്ടായ സാധനമേ. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ ഇത്രയുടെ ആയ സ്ഥിതിക്ക് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടാവില്ല. എന്നാ ഒരു കാര്യം ചെയ്യാ, വിഷയം വെള്ളപ്പൊക്കം അങ്ങോട്ട് സംസാരിക്കുക. അങ്ങോട്ട് മാറി നിൽക്കാം. ശരി. അതെ, ദേ ഞാൻ അവിടെ ഉണ്ടാകും. എൻ്റെ ഈ 2 കണ്ണും നിന്റെ മേളിലായിരിക്കും. എല്ലാ പ്രാവശ്യവും കാണിക്കാൻ വൃത്തികേട് കാണിച്ചാൽ 36ാമത്തെ കല്യാണം ഇത്. സെൽഫ് കൺട്രോൾ. ഓക്കെ ഓക്കെ.
അപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുക. ശരി. എടാ നാറി, നിന്റെ ഒരെണ്ണത്തിന്റെ എടുത്തിയാട്ടം കാരണം മാത്രമാണ് കഴിഞ്ഞ 3 കല്യാണം മുടങ്ങി. അടങ്ങി ഒരിടത്തിരുന്നു. സംസാരം മാത്രം, പ്രവൃത്തി വേണ്ട. എന്താ ഏട്ടാ? എന്നെ ഇഷ്ടായോ? എന്നെ ഇഷ്ടപ്പെട്ടോ? മനസ്സിലായി, ഇഷ്ടമായിന്ന്. കുട്ടിയപ്പോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ എന്തുകൊണ്ട് മറ്റുള്ള പെൺകുട്ടികൾ കൊത്തിക്കൊണ്ടുപോയില്ല അല്ലേ? കുട്ടിക്ക് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം? You are handsome. You are handsome. ഇതൊക്കെ പറഞ്ഞു കൊടുത്തല്ലോടോ ഈ പെണ്ണിന്റെ അടുത്ത്. ഓക്കെ, കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി മേലാൽ ഹാൻസ് വെക്കില്ല. എന്താ? ഇത് മേലെ ഹാൻസ് വെക്കൂലെന്ന്. ആ ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ ചേട്ടാ സത്യം പറയോ? ചോദിച്ചോളൂ കുട്ടി. ചേട്ടാ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എങ്ങനെ? ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാം. ഞാൻ റെഡി. ഞാൻ എല്ലാം തുറന്നു പറയാൻ തയ്യാറാണ്. ഞാനൊരു കുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. വിവാഹം കഴിച്ചോ? ആ. എന്നിട്ട് സ്ത്രീധനം തരാത്തോണ്ട് 3ന്റെ അന്ന് പറഞ്ഞു വിടുകയും. അതെന്തിനാ 3ന്റെ അന്ന് പറഞ്ഞു വിട്ടേ? പന്തല് കാച്ചാലും മുതലാക്കണ്ട. ബാക്കിയൊക്കെ ഇനി കല്യാണം കഴിഞ്ഞിട്ട്. ഇല്ല, ഞാൻ പറഞ്ഞു തുടങ്ങിയേ ഉള്ളൂ. നീ അങ്ങനെ പറഞ്ഞു തുടങ്ങാം. അപ്പൊ രണ്ടുപേർക്കും സംസാരിച്ച് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി വെച്ച് നീട്ടണ്ട, നമുക്ക് ചിങ്ങത്തിൽ നല്ലൊരു മുഹൂർത്തം എടുക്കാം. ചിങ്ങത്തിൽ നല്ലൊരു മുഹൂർത്തം എടുക്കാം. ചിങ്ങത്തില? അയ്യോ, ചിങ്ങം പറ്റൂല. ഭയങ്കര തിരക്കാണ്. ഞാൻ ഫുള്ള് ലണ്ടനിലാണ്. വൺ ഡേ പോലും എനിക്ക് ഫ്രീ ഇല്ല. പുള്ളിയുടെ വണ്ടിന് പോലും തിരക്കാന്നാ പുള്ളി പറയണത്. ചിങ്ങത്തിൽ നടക്കില്ല. ചിങ്ങത്തിൽ നടക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, പയ്യൻ ഭയങ്കര ബിസി മനുഷ്യൻ. തിരക്കൊന്നും കൂടെ നമ്മളൊന്ന് മാനിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുംഭത്തിൽ നോക്കിയാലോ? അയ്യോ, കുംഭം ഞാൻ ഫ്രീ അല്ല. ഐ ആം ഇൻ അമേരിക്ക. അമേരിക്ക തിരക്കാണ്, തിരക്കോട് തിരക്കാണ്. കുംഭത്തിൽ ഫ്രീ അല്ല. അമേരിക്കയിൽ തിരക്കായതുകൊണ്ട് ഇല്ലെങ്കിൽ ചെറുക്കൻ അങ്ങനെ പറഞ്ഞ ആളല്ല. ഇനിയിപ്പോ 1 മാസമേ ഉള്ളൂ. ഏതോ കന്നിമാസം മാത്രമേ ഉള്ളൂ. ആ, കന്നിമാസം കന്നിമാസം ഞാൻ ഫുൾ ഫ്രീ ആണ്. കന്നിമാസത്തിലെ എല്ലാ പട്ടികൾക്കും തിരക്കാ. ഈ പട്ടിക്ക് മാത്രം ഒരു തിരക്കുമില്ല. ആ മാസത്തിൽ മാത്രമേ ഉള്ളെങ്കിൽ അന്ന് തന്നെ നടത്താൻ ഒരു വിരോധവും ഇല്ല. ഇല്ലല്ലേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം നടത്തിയേക്കാം. കന്നിമാസത്തിൽ കല്യാണം ഉറപ്പിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണത്തിന് ഈ നാറി വേണ്ട. ഈ നാറി കല്യാണത്തിന് വരാൻ പാടില്ല. ഞാനോ? ആ, അതെന്നെ വർത്താനാണ് പേര് പറഞ്ഞേ. ഞാൻ ഹാൻസ് വയ്ക്കുന്ന കാര്യമൊക്കെ നീ പറഞ്ഞു കൊടുത്തില്ലടാ പന്നി. എന്റെ പൊന്നുമോനെ, വല്ലവന്റെയും കൂടെ ഒളിച്ചോടിപ്പോയ നിന്റെ അമ്മയാണ് സത്യം. ഞാനത് ചെയ്തിട്ടില്ല. എന്തൊക്കെയാണല്ലോ അച്ഛ, ഞാൻ ആണയിട്ട് പറയാ, ഇവൻ കല്യാണത്തിന് വന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി. ഒരു കാര്യം ചെയ്യുന്നു, പറയുന്നത് മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പൊ ഇവിടെ നടക്കണം. നീ വന്നേ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഇത് നമ്മുടെ ഫാമിലിക്ക് യോജിച്ച ഒരു ബന്ധമല്ല. എന്താ അങ്ങനെ പറയുന്നത്?
എടാ ഇത് ടിക്ടോക്ക് പ്രാന്തന്മാരുടെ വീടായത്. ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ഒറ്റ അടിയാണല്ലോ. എന്താണ് സംഭവിച്ചത്? ആ ബിഗ് പോക്കറ്റിന്റെ കാര്യമൊക്കെ പറയുന്നത് നമ്മൾ. താനും തന്റെ മോളും ടിക്ടോക്ക് കളിച്ചിട്ടില്ലടോ. വെറുതെ പ്രാന്ത് പിടിച്ച് നടക്കുന്ന ആളുകളല്ലേ. ആവശ്യമില്ലാത്ത വൃത്തികെട്ട വർത്തമാനം സംസാരിക്കരുത്. എന്താ അച്ഛാ ടിക്ടോക്ക്? എവിടെ എനിക്ക് അറിയത്തില്ല. ആഹാ, ടിക്ടോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലല്ലേ? ആവശ്യം പറയരുത്. എന്റെ മോൾക്ക് ടിക്ടോക്ക് എന്താന്ന് പോലും അറിയില്ല. ആണ് എടാ നീ ഒരു കാര്യം ചെയ്തേ, നിന്റെ ഫോണിൽ നീ ഒരു ടിക്ടോക്ക് അങ്ങ് ഇട്ട് കൊടുത്തേ. ഇപ്പൊ ഞാൻ കളിച്ച് കാണിച്ചു തരാം ഇവിടെ ടിക്ടോക്ക് പ്രാന്തൻ ഫാമിലി ആണോ ഇല്ലയോ എന്ന്. ശരി, ഞാൻ ആ ഇട്ട്. அப்ப நீ என்ன இங்க இருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஒரு ரசத்தை குடிச்சு കണ്ടോ കണ്ടോ? വട്ടി വല്ല ജിലേബി എടുത്ത് അടിച്ച് ഞാൻ നിന്നെ കൊല്ലണോ ഇവനെ? അല്ല അങ്ങനെയാണ് വേറൊരു കാര്യം ചെയ്യാം. നീ വന്നേ. ഇപ്പൊ ഒരു മുത്തശ്ശി ഇവിടെ വന്നില്ലായിരുന്നോ? അവരാരാന്ന നിന്റെ വിചാരം? ബ്രാഹ്മണത്തി നമ്പൂതിരിച്ചി. ഇടാ നിനക്കറിയാമോ ഈ പെണ്ണും പുള്ള ചെന്നൈയിലായിരുന്നു പണ്ട്. പിന്നെ അവിടെ എന്തോ നമ്പൂതിരിമാരില്ലേ? അതല്ലാന്ന് ഉള്ളില്ലാത്ത വൃത്തികെട്ട പടമല്ലേ ആ സിനിമയില് മാതക നർത്തം ആടിക്കൊണ്ടിരുന്ന ടീമാണ് ഇവര്. ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് എന്റെ പൊന്നച്ഛ. എന്താണ് പറയുന്നത്? ഇവനെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒട്ടിക്ക് ഇവനെ. നീ ഒരു മാതക നർത്തത്തിന്റെ പാട്ടൊന്നിട്ടേ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ശരി, താണ്ടിട്ട് അങ്ങനൊന്നും മുത്തശ്ശി വരാനിരിക്കാല്ല. അയ്യോ എന്തൊരു നിന്നെ ഞാൻ എന്തെങ്കിലും പാടിയെടുത്ത് അടി കൊടുക്കാൻ ജാവ സിമ്പിളാണ് പക്ഷെ പവർഫുൾ. ഈ പ്രായത്തിൽ ഇതാണെങ്കിൽ നേരത്തെ എന്തായിരുന്നു? അമ്മ മതിലിയാടിയ മോള് വേലി ചാടും. ഇനി പറ, നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇനി ഒരു കല്യാണം വേണോ വേണ്ടേ? വേണം, പക്ഷേ അവളെ വേണ്ട. എനിക്ക് മുത്തശ്ശീല മതി. അതെന്തിനാ മുത്തശ്ശീല? ഞാൻ ഗൾഫിൽ ഒരു ഡാൻസ് ബാർ നടത്തുന്നെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഈ മുത്തശ്ശി അവിടെ കൊണ്ടുപോയി മാതക നൃത്തം കളിപ്പിക്കും. കമോൺ ബേബേ. അത് ശരി. ഹായ്, നമസ്കാരം. സുഖമാണല്ലോ എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജൂൺ 5-ന് റിലീസായി കേരളക്കരയാകെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച സൂപ്പർ ഹിറ്റിലേക്ക് പൊക്കുകൊണ്ടിരിക്കുന്ന ചിൽഡ്രൻസ് പാർക്ക് എന്ന സിനിമയുടെ സംവിധായകൻ ഷാഫി സാറും വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ധ്രുവൻ, പിന്നെ മാനസ രാധാകൃഷ്ണൻ, ഗായത്രി, സൗമ്യ മേനോൻ, പിന്നെ മ്യൂസിക് ചെയ്ത ആളും എത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അരുൺ ജാജ്. അങ്ങനെ ഇത്രയും പ്രതിഭകളെ നിറഞ്ഞ കൈയോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദി ഷോ.
ഒരു ചിൽഡ്രൻസ് പാർക്കിൽ എത്തിയ പോലെ സാറും കുട്ടികളും. സുരാജേട്ടനെ ജനങ്ങള് ഏറ്റെടുത്തിട്ടുള്ള എണ്ണം പറഞ്ഞ ചില വേഷങ്ങൾ തന്നിട്ടുള്ളൊരു ആളാണ് ഷാഫി സാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്റ്റേജിൽ വന്നുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ്, ഒരു ചെറിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ? ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളം ഇല്ലേ? ഇഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ, ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ എടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചു തരാം. ഇങ്ങനെ പേടിക്കലടാ. ഇതിലൊക്കെ ഓരോരുത്തരുടെ കരുത്ത് വെളിവാവുന്നത്. പക്ഷേ പിടി പൂക്കൾ സത്യമാ, പിടി ഒറ്റ വലി, അതാണ് ഉത്തമം. റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു. My wife hit with the bottle. Oh my god. Yeah, when I saw his blood and പൊന്നാളെ അപ്പൊ തന്നെ ഞാൻ തല ഇറങ്ങി നിലത്ത് വീണു. ഞാനിന്നിവിടെ നിൽക്കാൻ തന്നെ കാരണം ഒരു പക്ഷേ ആ സിനിമ തന്നെയാണ്. മായാവി എന്ന സിനിമയാണ് എൻ്റെ ബ്രേക്ക് ചിത്രം. അത് എഴുതിയിരിക്കുന്ന റാഫി സാർ, ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു സിനിമയും കൂടെ ഉണ്ടായിരുന്നു, ലാലേട്ടനും ഞാനും കൂടെ അഭിനയിച്ച ഞാനും ഉണ്ടായിരുന്നു, ഹലോ. അങ്ങനെ 2 സിനിമ ചേർത്ത് വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഫ്ലോറിലൊക്കെ നിൽക്കാനും കാരണം. ഒരു സിനിമാ നടൻ്റെ പരിവേഷത്തിൽ ഇവിടെ ഈ വിഷ്വൽ കാണിച്ചല്ലോ, അത് ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ അതിനകത്ത് ഒരു ക്യാരക്ടർ ഇന്നും ട്രോളുകളിൽ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുക, ദശമൂലം ദാമു. അപ്പോൾ ദശമൂലം ദാമുവായിട്ട് ഞാൻ അടുത്ത വർഷം വരാനായിട്ടൊരു ഐഡിയ ഉണ്ട്. 2 കൺട്രീസ് എന്ന ചിത്രത്തിന് ശേഷം ഇവർ രണ്ടുപേരും, അനിയനും ചേട്ടനും, വീണ്ടും ഒരുമിക്കുന്ന ചിത്രമാണ്. അപ്പോൾ അതിലെന്തായാലും ഹ്യൂമറും ആക്ഷനും എല്ലാ ചേരുവകളും ഒരു ഫെസ്റ്റിവൽ മൂവി തന്നെയാണ്. അതുകൊണ്ടാണ് പ്രേക്ഷകർ നല്ല അഭിപ്രായം, ഇപ്പോഴും തിയേറ്ററിൽ ഗംഭീരം റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എനിക്ക് മാനസ കണ്ടിട്ട് മറ്റേ ഞാൻ ഗന്ധർവൻ സിനിമ ഓർമ്മ. ഇനി ചിൽഡ്രൻസ് പാർക്കിനെ കുറിച്ച് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ? വിജീന ചേട്ടാ ക്യാരക്ടറുടെ പേര്. ഒരു അമ്മ വേഷാണ്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഗായുവിനെ ഈ പറഞ്ഞ പോലെ ഒരു ലക്കില്ല ഗാനുവില്ലാണ്ട് സംസാരിക്കുന്നതിന്റെ പേരിൽ ഒരുപാട് ട്രോള് കിട്ടിയിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായി. പക്ഷെ പടം വന്നതോടുകൂടി ഇതിലെ ക്യാരക്ടർ ആളുകൾക്ക് ഇഷ്ടമായിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് പേര് മെൻഷൻ ചെയ്ത് പറഞ്ഞതിൽ ഭയങ്കര. പറയൂ, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അരുൺ രാജ്. അരുൺ രാജ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്ന് വെച്ചാൽ ഈ ചിൽഡ്രൻസ് പാർക്കിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ തെരുവിൽ വളർന്ന കുട്ടികളെ ഇവർ 3 പേരും കൊണ്ടുവന്നൊരു ഓർഫനേജ് ചേർക്കുന്നതും ആ ഓർഫനേജ് നടത്തുന്നതൊക്കെയാണ് ഈ സിനിമയുടെ പശ്ചാത്തലം. അപ്പോൾ ഇതിൻ്റെ സോങ് കമ്പോസിങ് നമ്മൾ മൂന്നാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരുൺ രാജാണ് മൂന്നാർ. അപ്പോൾ ഈ അതിനകത്ത് ഒരു പയ്യനെ ഇങ്ങനെ മറ്റേ ചപ്പളാൻ കെട്ടാന്ന് പറയില്ല, മറ്റേ ഈ സാധനം മറ്റേ ഈ ആസ്പെറ്റോസിന്റെ 2 പാടുന്ന ഈ സാധനം വെച്ചിട്ടൊരു പാട്ട് തുടങ്ങുന്നുണ്ട് അതിനകത്ത്, കണ്ണാന്തുമ്പി എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ഇത് ഇവര് മറ്റേ കീബോർഡിലൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴൊന്നും ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ഒറിജിനൽ ഫീൽ കിട്ടില്ല, അതിൻ്റെ ഒറിജിനൽ സാധനം എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മൂന്നാറിൽ ഇത് എവിടെ പോയിട്ട് സംഘടിപ്പിക്കാന്ന് പറയുമ്പോൾ അരുൺ രാജ് 1 മിനിറ്റ് ബാഗ് തുറന്നിട്ട് 2 പീസ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മൂപ്പർക്ക് എന്തായിരുന്നു. ട്രെയിനിലൊക്കെ പാടി അങ്ങനെ വന്ന ആളാണ്. ഇപ്പം മനസ്സിലായല്ലോ, ഞാനൊന്നും പറയണ്ടല്ലോ, എല്ലാം ഓക്കെ. അരുൺ റിയാലിറ്റി ഷോ എന്നൊക്കെയാണ് പിന്നെ സിനിമയിലേക്ക് എത്തിയത്.
പാട്ടായിരുന്നു ആദ്യം, പിന്നെയാണ് മ്യൂസിക്കിലേക്ക് വന്നത്. ഗാനമേളയ്ക്ക് ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ അതിലെ രസകരമായിട്ടുള്ള ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ചപ്പളാങ്കട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ, ചപ്പളിക്കട്ടെ എന്താ എൻ്റെ നാട് കണ്ണൂരാണ്. അപ്പോൾ ആ ഒരു അഹങ്കാരത്തിൽ തന്നെ ഞാൻ പ്രോഗ്രാം എടുത്തു. മസ്കറ്റിൽ നിന്നാണ് പ്രോഗ്രാം എടുക്കുന്നത്. അവിടെയുള്ളൊരു സ്പോൺസർ പറഞ്ഞു എൻ്റെ സ്വന്തം തറവാട് ക്ഷേത്രം ഇതുപോലെ അവിടെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തപ്പോൾ അച്ഛൻ എവിടെ പ്രോഗ്രാം പറഞ്ഞു. ഞാൻ കണ്ണൂർ പുതിയ തെരുവാണ്, നീ അല്ലാണ്ട് അവിടെ എടുക്കൂ. നമ്മൾ എന്താ കാര്യം, അവിടെ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഏകദേശം അവസ്ഥ വഷളായി. ഞാൻ സ്റ്റേജിൽ കയറി, ഓർക്കസ്ട്ര എല്ലാവരും ഉണ്ട്. ഞാൻ ഫസ്റ്റ് സോങ് പാടി. അപ്പോൾ ഞാൻ ശങ്കര പാടുകയാണ്. ശ്രുതിനെ ചേർത്ത് ശങ്കര ഇങ്ങനെ തുടങ്ങി. നമുക്കിങ്ങനെ എല്ലാം സക്സസ് ആയി എന്ന് പറഞ്ഞിങ്ങനെ നമ്മളിങ്ങനെ നോക്കുമല്ലോ സൈഡിൽ. അപ്പോൾ ഈ മതിലിൻ്റെ ഈ സൈഡിലേ ഒരു 10 ആൾക്കാർ കല്ലെടുത്തിട്ട് പച്ചത്തെറി. അത് ശങ്കര പാടിയതുകൊണ്ടാണോ? ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള അത് കണ്ണൂർക്കാർക്കാണോ കുഴപ്പം, ഇവനാണോ കുഴപ്പം എന്നുള്ള ഇപ്പം അറിയാം. ശങ്കര നാദ ശരീരാത് പരാ വേദവിഹാരാത് പരാ ജീവേശ്വര. ശങ്കര നാദ ശരീരാത് പരാ വേദവിഹാരാത് പരാ ജീവേശ്വര. ആരും നന്നായിട്ട് പാടും. പിന്നെ ഏറ്റവും നന്നായിട്ട് പാടുന്നത് ഗായത്രിയാണ് അല്ലേ? ഗാനഭൂഷണമൊക്കെയാണ്. അപ്പൊ ആ ശങ്കര ഒന്ന് ഗായത്രി പാടിയാൽ പ്ലീസ് ഗായത്രി സാർ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ അത് ചെയ്തു. അതൊരു വെല്ലുവിളിയാണ് ശങ്കര. ഞാൻ പറഞ്ഞത് അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത്. അല്ല, ഇത് നന്നായാലും മോശമായാലും ഇത് വൈറലാവും. ധൈര്യമായിട്ട് പഠിക്കും. ശങ്കര നാദ ശരീരാ പരാ വേദവിഹാരാ പരാ ജീവേശ്വര. ശങ്കര നാദ ശരീരാ പരാ വേദവിഹാരാ പരാ ജീവേശ്വര. ശങ്കര ശങ്കര ശങ്കര. പിന്നല്ല ആ വെല്ലുവിളി ഏറ്റെടുത്ത് എന്തായാലും എങ്ങനെയുണ്ടോ പറയേണ്ട ഇതാണ്, അറിഞ്ഞില്ല. കീർത്തനം ഒന്നും പാടാൻ ഞാൻ പറയില്ല, കാരണം ഭയങ്കര കോമഡിയാണ്. കാരണം ഏത് കീർത്തനം പാടിയാലും തൃശ്ശൂർ സ്ലാങ്ങിലേ പാടുള്ളൂ. അവതരിപ്പിച്ച് കഴിഞ്ഞാടാ ഞാൻ ചെയ്യാം മിമിക്രി. നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് ചെയ്യണത് തെറ്റാണ്. അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ട്രൈ அப்படி பேசக்கூடாது, தூங்கணும். செல்லம் ஐ லவ் யூ. ஆய் என்ன கண்ணப்பா, கண்ணை தூக்க மாட்டேன். ஆய் செல்லம் ஐ லவ் யூ. അടുത്തത് സുകുമാരനെ. സുകുമാരചേട്ടൻ ശരി. അയ്യോ പാവം, വരണം വരണം സാറന്മാരെ, വന്നാട്ടെ ഇരുന്നാട്ടെ, കുടിക്കാൻ ചായയോ കാപ്പിയോ. ഈ CBI എന്ന് പറഞ്ഞാൽ നെടുപടി വെച്ചിട്ടില്ല. അയ്യ, ഇവിടെ ഒന്നും തന്നില്ല, ഇങ്ങോട്ടാരും ഒന്നും വന്നില്ല, ഇവിടെ ചോറ് തന്നില്ല, അതിര് കാക്കും മലയൊന്ന് തൊടുത്തേ, തക തക തകത്തെ. അപ്പൊ ഒന്ന് രണ്ട് മിമിക്രി ചെയ്താണ്, ഏതെങ്കിലും ഒന്ന്. സിദ്ദിഖ് സാറിന്റെ നമസ്കാരം, ഞാനൊരു യമണ്ടൻ പ്രേമകഥ കണ്ടു. വളരെ മികച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്. വിഷ്ണു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത സിനിമയിൽ ബിഗ് ബ്രദറിൽ വിഷ്ണു ഒരു നല്ല വേഷം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള സിനിമയിൽ ബിബിനും ഒരു വേഷം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവസാനത്തെ 2 ഡയലോഗ് കയ്യിൽ നിട്ടല്ലേ. ഇനി കുറച്ചു നേരം നമുക്ക് ഇവിടെ വിശ്രമിക്കാം. കുറേ കാഴ്ചകളുണ്ട്. എന്തോരം എന്തോരം പുതുനീലക്കുറിഞ്ഞികൾ പൂക്കണ കണ്ടേ, നെഞ്ചോരം നെഞ്ചോരം പല പല വിരിഞ്ഞു വരുന്നു.
ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു അമ്മയും മകനും. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഇവരെ. ആ അമ്മയും മകനുമാണ് ഇന്ന് നമ്മുടെ സ്റ്റാർ ഓൺലൈൻ എന്ന സെഗ്മെന്റിൽ എത്തുന്നത്. ശരത് കൃഷ്ണ ആൻഡ് ഗീത രാമചന്ദ്രൻ. ഈ രണ്ടുപേരെയും ശരിക്കും ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്താം. വേറെ മേഖലകളിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആവും. നമ്മുടെ എഴുത്തുകാരൻ MK രാമചന്ദ്രൻ സാറിൻ്റെ വൈഫും മകനുമാണിത്. പിന്നെ വേറൊരുണ്ട്, നമ്മുടെ ഏഷ്യാനെറ്റിലെ MR രാജൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ സുഹൃത്തും ഏഷ്യാനെറ്റിൻ്റെ VP ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് അല്ലേ? അങ്ങനെ 2 തരത്തിലുണ്ട്. തരത്തിൽ നിന്ന് തുടങ്ങി ഈ യാത്രകളോടുള്ള കമ്പം? സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ട്. ഒറ്റയ്ക്കാണ് പൊക്കോണ്ടിരുന്നത്? ആദ്യത്തെ യാത്ര ബോംബെക്കാ പോയത്. ബോംബെ ബന്ധു വീട്ടിലെങ്ങാനോ? അല്ല, അതൊരു മീറ്റിങ്ങിനായിട്ട് ബോംബെക്ക് പോയി. അവിടെ എത്തിയപ്പോൾ 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പക്ഷെ അതൊരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. പോയി ഈ സ്ഥലങ്ങൾ കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നി? എനിക്ക് യാത്ര പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ പേപ്പറിലൊക്കെ കട്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് കണ്ടറിഞ്ഞ് അവൻ എന്നെ കൊണ്ടുപോയതാണ്. ഇതിൽ ഏറ്റവും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്, പ്രിയപ്പെട്ടതെന്ന് തോന്നിയ സ്ഥലം ഏതാ? കൈലാസം. കൈലാസം. ഓക്കെ, കണ്ണടച്ചാൽ നമുക്ക് ഇങ്ങനെ മുമ്പിൽ കാണാം ആ രൂപം. ഓക്കെ, എന്തായാലും ആ കൈലാസത്തിലെ ആ യാത്ര, അതിന്റെ 1-2 ക്ലിപ്പ് നമുക്കിവിടെ. ചെറുപ്പക്കാരൊക്കെ പറയുന്നത് ഒരു ബുള്ളറ്റും ഒരു പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എവിടെ വേണോ, ലോകത്തിന്റെ അറ്റം വരെ പോകാമെന്നാണ്. പക്ഷെ അമ്മയും കൊണ്ട് ഇത്രയും സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ച നിങ്ങൾ കൊല മാസ മനുഷ്യ. ശരിക്കും ബേസിക്കലി ശരത്ത് എന്താണ്? ബിസിനസ്. ഇന്ത്യക്ക് അകത്ത് മാത്രമാണോ അതോ പുറത്ത് പോയിട്ടുണ്ടോ? ഒരിക്കൽ ദുബായിക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി പോയി. അന്ന് ദുബായി പോയപ്പോഴാണോ മുമ്പ് അമ്മ പോയിരുന്ന അതേ ഫ്ലാറ്റ്? അവിടെ എത്തിയപ്പോൾ അവിടെ ആ അമ്മയുടെ അവിടുത്തെ അന്നത്തെ നെയ്ബറിന്റെ മകള് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ചെന്ന് കാണാമെന്ന് പറഞ്ഞ് കണ്ടു. അപ്പൊ ചുമ്മാ ചോദിച്ചാ പഴയ ഫ്ലാറ്റ് എവിടെയാന്ന് അറിയുമെന്ന്. അതെവിടെയാന്ന് അറിയാന്ന് പറഞ്ഞു. അവിടെ ചെന്നു, കണ്ടുപിടിച്ചു. 38 വർഷം മുമ്പ് താമസിച്ചിരുന്ന. അപ്പൊ അവിടെ ചെന്നു, ഉള്ളിൽ കയറി ബെല്ലടിച്ച് അവിടെ തുറന്നപ്പോൾ ഒരു മലപ്പുറംകാരായിരുന്നു. ഉള്ളിൽ കയറി പഴയ താമസിച്ചിരുന്ന ആൾക്കാർ എല്ലാം അതുപോലെ, ടൈല്, മേശ, എല്ലാം ബാത്റൂമിലെ ടൈലടക്കം അതേപോലെ. അതുപോലെ അവിടെ നിന്ന് ഫെറാറി വേൾഡിൽ പോയി. ഫെറാറി വേൾഡിൽ പോയപ്പോൾ ഏറ്റവും മുമ്പിലെ സീറ്റിൽ തന്നെ ഇരുന്നു. അതിൽ ആ റോളർ കോസ്റ്റർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്റർ ഉണ്ട്. സ്കൈ ഡൈവ് ചെയ്തിരുന്നു ഞാൻ. അപ്പൊ അതും കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചാടിയില്ല. 102 വയസ്സായ ഒരു അമ്മ ചാടി എന്ന് പറഞ്ഞ നാളെ കണ്ടില്ലേ? അപ്പൊ എനിക്കെന്തോ 60 വയസ്സായിട്ടുള്ളൂ. എനിക്ക് എന്തായാലും ഭാഗ്യം ചെയ്ത അമ്മയാണ്, പുണ്യം ചെയ്ത മകനാണ്. അതെ, വളരെ സന്തോഷം തോന്നിട്ടോ അത് കണ്ടപ്പോ. മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. അപ്പൊ അമ്മയാണ് ആദ്യത്തെ ദൈവം. അതിന് ശേഷമേ ഉള്ളൂ ദൈവത്തിന്. 4ാം സ്ഥാനമാണ്. നമ്മൾ ആദ്യത്തേന് വാശി പിടിക്കരുത്. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് അങ്ങേറ്റം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അമ്മ.
അടുത്തതായിട്ട് നമ്മുടെ വേദിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വൈഷ്ണവ്. എത്ര വർഷമായി മിമിക്രിയില്? ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ മിമിക്രിയിൽ സ്റ്റേറ്റിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പ്രൈസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈഷ്ണവിന്റെ കിടിലം പെർഫോമൻസ് ആണ്. ആദ്യം ആരെയാണ് ചെയ്യുന്നത്? ആദ്യം ജയറാമേട്ടന്റെ. ഓക്കെ. ജയനാരായണ, ഈ ഒരു സിറ്റുവേഷനിൽ നിനക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഓപ്ഷൻ നമ്പർ എ കുത്തബ് മിനാർ, ഓപ്ഷൻ നമ്പർ സി താജ്മഹൽ. ജയനാരായണ പ്ലീസ്, ഓപ്ഷൻ നമ്പർ സി താജ്മഹൽ. അടിപൊളി. അടുത്തത് വിനയ് ഫോർട്ടേട്ടൻ ഈ വേദിയിൽ ഇങ്ങനെ ലൈവായിട്ട് വരാണെങ്കിൽ സംസാരിക്കാം. സി കേരളത്തിന്റെ കോമഡി നൈറ്റ്സിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാനിപ്പോ പുതിയതായിട്ട് ചെയ്ത സിനിമ എന്ന് പറഞ്ഞത് തമാശയാണ്. അശ്വതിക്ക് മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാവും. അല്ല, അവന് തന്നെ ഒരു സംഭവം ഉണ്ട്. അവൻ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കും. ആ ഒരു മാന്യത ആളെ കാണിക്കും. അടുത്തത് ശിവജി ഗുരുവായൂരേട്ടൻ ഇവിടെ ലൈവായിട്ട് വേദിയിൽ വരാണെങ്കിൽ സുരാജേട്ടനായിട്ട് ചെറിയൊരു കോൺവെർസേഷൻ നോക്കാണ്. നമസ്തേ ശിവജി ചേട്ടാ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ചേട്ടാ, ഇപ്പൊ ഈ തൃശ്ശൂർ ഒരു അവാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഗുരുവായൂരുള്ളൊരു നടനെ ഗുരുവായൂരുകാർ വെച്ച് തന്നെ നടന്ന ഒരു പുരസ്കാരമാണ് അത്. അവിടുത്തെ നാട്ടുകാർ തന്ന ഒരു പുരസ്കാരം തന്നെയാണ്. സാറ് എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? ഇതും കൂടെ കൂട്ടി ഇത് 17ാമത്തെ സിനിമയാണ്. അപ്പോൾ 17 സിനിമ സംവിധാനം ചെയ്തു. അതിലെ പല സിനിമകളും ഒട്ടുമിക്ക സിനിമകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ക്യാമറയുടെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ട് ചിരിച്ച് മറഞ്ഞ ഏതെങ്കിലും സിറ്റുവേഷനോ സീനോ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അപ്പോൾ ഈ ദശമൂലം താമുടെ ആ സീൻ, ഇൻട്രൊഡക്ഷൻ സീൻ എടുക്കുമ്പോൾ ലോട്ടറി കീറിക്കളയുന്നത് സുരാജിന്റെ കയ്യിൽ നിന്നിട്ടതാ. അപ്പൊ അത് സ്പോട്ടിൽ അപ്പൊ തന്നെ സാധനം പറഞ്ഞപ്പോ നമ്മൾ ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞ് ടേക്കിന് തൊട്ട് മുമ്പാണ് ഓടി വന്നത് ആ ലോട്ടറിക്കാരനെ ഒന്ന് പാസ് ചെയ്യിപ്പിക്കാമെങ്കിൽ. അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് നമ്മുടെ അവിടെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും, അതിൽ അഭിനയിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥനും എല്ലാവിധ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിലും കൂടുതൽ ചിരിയോടെ സന്തോഷത്തോടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടും കൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ ആ പാട്ടിൽ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. കോമള താമര പൂക്കള് പിണങ്ങല്ലേ, നെഞ്ചത്തിൻ മഞ്ചത്തിൽ ചാഞ്ചാടൽ വരുകില്ലേ, ഉള്ള കലങ്ങിടലേ ചിരിക്കില്ലേ, കുറുമ്പില്ലാതെ നല്ലോണം നടക്കില്ലേ. പാവം ഞങ്ങൾ പാലൂട്ടാമേ ആകും പോലെ